2022 മോഡല്. ഞാൻ എടുക്കുന്നത് 2022. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പുതിയത് എടുക്കാനാണ് ഞാൻ പോയത്. അപ്പൊ എനിക്കൊരു ലൈറ്റ് യൂസ്ഡ് കിട്ടി. ഏകദേശം ഒരു 8000 കിലോമീറ്റർ പുതിയ വണ്ടി തന്നെ 2022. പിന്നെ ഓവറോൾ എന്ത് പറഞ്ഞാല് പിന്നെ എന്നെ സംബന്ധിച്ച് 100% സാറ്റിസ്ഫൈഡ് ആണ്. എത്ര കിലോമീറ്റർ ഓടിപ്പോ? ഇപ്പം 73,000 കിലോമീറ്റർ ഓടി. 28,50,000 രൂപയാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്? ഇത് ഇപ്പം പിന്നെ നമ്മള് ഒരു ഫുൾ ചാർജിൽ 0 to 100 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 330, 300, 330, 340 നമ്മളെ ഡ്രൈവിങ്ങിനനുസരിച്ച് നമുക്ക് അതൊരു 350 വരെ കൊണ്ടുപോവാം. വണ്ടി ഓവറോൾ എങ്ങനെയാണ് കണ്ടീഷൻ? ഡീസൽ വണ്ടി ഇനി നിങ്ങളൊരു ഞാൻ ഇനിയൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലേ EV തന്നെ എടുക്കുള്ളൂ. കാരണം വെച്ചാല് അത് EV ഉപയോഗിച്ചവർക്ക് അറിയാം. അത് അയാളോട് ചോദിച്ചാൽ EV ഉപയോഗിച്ച ആളോട് ചോദിക്കുകയാണെങ്കിൽ 100%. പിന്നെ 100-ൽ 1-2 പേരൊക്കെ നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു വണ്ടി മാറ്റുകയാണെങ്കിൽ അടുത്ത EV-യിലേക്ക് തന്നെ പോവാം. കമ്പനി എത്ര കിലോമീറ്റർ ഓഫർ വരുന്നത്? കമ്പനി ഇതിൽ പറയുന്നത് 400 സംതിങ് പറയുന്നുണ്ട്. പക്ഷെ അത് ഇല്ല. ഇപ്പൊ പുതിയ വരുന്ന വണ്ടികളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഇപ്പൊ BYD അല്ലെങ്കിൽ മഹേന്ദ്രക്ക് ഏകദേശം ഒരു 400 സംതിങ് 500 ആ ലെവലിലൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. എത്ര മണിക്കൂർ ചാർജ് ചെയ്യുന്നുണ്ട് നോർമൽ ചാർജ്? നമ്മള് ഇപ്പോ വീട്ടിലാണെങ്കിൽ 2 ചാർജർ ഉണ്ട്. 2 ടൈപ്പ് ചാർജർ ഉണ്ട്. ഒരു ചാർജർ 16 ആംപിയറിൽ സോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ചാർജർ ഉണ്ട്. അതില് പിന്നെ നമുക്ക് ഏകദേശം ഒരു 18 മണിക്കൂർ വേണം ഫുൾ ആവണമെങ്കിൽ, 0 to 100 ആവണമെങ്കിൽ. പിന്നെ ഫാസ്റ്റ് ചാർജർ അത് നമുക്കൊരു 8 മണിക്കൂർ, ഒരു 8-9 മണിക്കൂറിന്റെ അകത്തേക്ക് ഫുൾ ചാർജ് ആവും. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 24 അല്ലെങ്കിൽ ഇപ്പോൾ 150 ഒക്കെ വരെ വരുന്നുണ്ട്. ചാർജർ ബേസ് ചെയ്തിട്ടാണ് അത്. ചില ചാർജർ ആണെങ്കിൽ ഏകദേശം നമുക്കൊരു 1 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ അരമണിക്കൂർ. ആ ഒരു ലെവലിലേക്കാണ് ഏകദേശം ഓൾമോസ്റ്റ് 1 മണിക്കൂറിന്റെ അകത്തേക്ക് ഫുൾ ചാർജ് ആവും. ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല. നമ്മളിപ്പോ ഒരു ലോങ് ജേർണി പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ചാർജ് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഇപ്പൊ പോവാണെന്നുണ്ടെങ്കിൽ ഒരു മോർണിംഗിലൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു 100-150 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാനൊക്കെ കയറും. അപ്പൊ നമ്മളൊരു ചാർജറുള്ള ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ചാർജ് ചെയ്യുകയും ചെയ്യും. അവിടുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ അതിനായിട്ട് വെയിറ്റ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ അത് എടുത്തിട്ട് പോരും. ഏതൊക്കെ ചാർജർ കമ്പനിയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഞാൻ കൂടുതൽ ഉപയോഗിക്കൽ ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കൂടുതലും പിന്നെ ഗോയിസിയാണ്, സിയോണും ബെറ്റർ. അതായത് നല്ല സർവീസ് ഇപ്പൊ നിലവിലുള്ളത് പിന്നെ ഗോയിസിയും സിയോണും ആണ്. പിന്നെ പുറത്ത് ഇപ്പൊ ഞാൻ ഇതായിട്ട് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ സൗകര്യമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇപ്പൊ മുൻപൊക്കെ കുറവായിരുന്നു. ഇപ്പൊ ഒരു സ്ഥലങ്ങളിലൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ഒരു ബിസിനസ് ചാൻസിന് ആളുകൾ മൈൻഡ് ചെയ്തിട്ടില്ല. ഒരു കോഫി ഷോപ്പ്, അതേപോലെ ഒരു സ്നാക്സ്. കേരളത്തിലാണ് പൊതുവെ അങ്ങനെ ഒരു ചിന്താഗതി. പുറത്തൊക്കെ പിന്നെ ഒരു കോഫി ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് പൊതുവെ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിന്റെ ഒരു ഫേമസ് ആയ റെസ്റ്റോറന്റിന്റെ മുമ്പിലൊക്കെയാണ് കൂടുതലും ചാർജ് വരുന്നത്. പിന്നെ ബാംഗ്ലൂരൊക്കെ എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ ഏകദേശം ഒരേ സ്ലോട്ടിൽ തന്നെ പിന്നെ 25-30 ചാർജറൊക്കെ വരുന്ന ഇതുണ്ട്. അതിന് അത്രയും വിശാലമായ ഏരിയയിൽ സ്റ്റേഷൻ പോലെ. അതെ, പെട്രോൾ സ്റ്റേഷൻ മാതിരി. ഇത് വേണ്ട, നമ്മൾ ജിയോയിലെ കണ്ടില്ല നിങ്ങൾ? നമ്മളിപ്പോ ഈ വണ്ടിക്ക് നമുക്ക് CCS എന്നുള്ള ചാർജറാണ് നമ്മള് ഉപയോഗിക്കല്. അതുണ്ട 29 സ്ലോട്ട് ഇതിനകത്തുണ്ട്. 29 സ്ലോട്ട് ഇതിനകത്ത് ഫ്രീ ആണ്. 29 3 യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വെച്ചാൽ മൊത്തം 32 ഉണ്ട്. പിന്നെ ഓരോ ടൈപ്പ് 2 നമ്മൾ നോർമൽ വീട്ടിൽ ചാർജ് ചെയ്യണം, അത് ഒരെണ്ണേ ഉള്ളൂ. ഇങ്ങനെ അതായത് 25, 30, 35 ഒക്കെ വരുന്ന ഇത് വേണ്ടല്ലോ. മറ്റേ വേറെ 3.3-ൽ 135 ചാർജറാണുള്ളത്. ഒരു സ്റ്റേഷനിലാണ് ഇത്. പുറത്ത് നമ്മൾ കേരളത്തിൽ ഇത് ഇങ്ങനെ ആയിട്ടില്ല. ജിയോ പൊതുവെ കേരളത്തിലില്ല. കേരളത്തിന് പുറത്ത് ഓൾമോസ്റ്റ് സ്ഥലങ്ങളിലും ജിയോ ഉണ്ട്. കണ്ടില്ലേ? ഇത്രയും ഇന്ത്യന്റെ ഒട്ടുമുക്ക ഭാഗങ്ങളുമാണ് ഇത് കാണിക്കുന്നത്. അതൊക്കെ മുഴുവൻ ജിയോ ആണ്. ഇപ്പൊ എറണാകുളം ഞാൻ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 300 കിലോമീറ്ററിന്റെ അടുത്ത് എനിക്ക് പോയി വരാനുണ്ട്. അപ്പോ പക്ഷെ എനിക്ക് 1 രൂപ പോലും ആവാറില്ല. സാധാരണ നമ്മളൊരു പെട്രോൾ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അബോവ് 3000 3,000 നിൽക്കൂല. കാരണം ഒരു 9, 8, 9 ഒക്കെയാണ് പെട്രോളിന് മൈലേജ് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. ആ ലെവലിൽ നോക്കുകയാണെങ്കിൽ 3000 രൂപയുടെ പുറത്ത് വരും. അതെനിക്ക് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ ഫ്രീ ആയിട്ട് പോയി വരാൻ പറ്റും, 1 രൂപ ചെലവില്ലാണ്ട്. പുതിയൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് എന്താണ് പറയുന്നത്? പുതിയ വണ്ടി അത് ഒന്നും പറയില്ല. ഇത് പെട്രോൾ ആണോ ഡീസൽ ആണോ? അല്ല, ഞാൻ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അതിലേക്ക് പോകില്ല. എനിക്ക് കൂടുതൽ റേഞ്ചുള്ള വണ്ടികൾ വരണം എന്നാണ് എന്റെ ആഗ്രഹം. അത് വരിക 1200 കിലോമീറ്റർ വണ്ടി ഇറങ്ങി. ഇപ്പൊ പുതിയ വണ്ടികൾ വരുന്നത് പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 1200 കിലോമീറ്റർ ഒക്കെ കിട്ടാൻ ഹൈഡ്രോജൻ ഫ്യൂൽ സെല്ല് എന്ന് പറയും. അതാണ്. പക്ഷെ അതൊന്നും നമ്മൾ എവിടേക്ക് എനിക്ക് ഇപ്പൊ വന്ന വണ്ടിയിൽ മഹേന്ദ്രന്റെ വണ്ടി നല്ല ഇഷ്ടപ്പെട്ടിട്ടാ. ഒന്നാമത് അതില് BYD-ന്റെ ബാറ്ററിയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ നല്ല ബാറ്ററി, നല്ല ഡ്യൂറബിലിറ്റി ഉണ്ടാവും. പിന്നെ നല്ല
പിന്നെ പെർഫോമൻസും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. മഹീന്ദ്ര. പിന്നെ BYD ആണ് ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ BYD-നോട് എനിക്ക് ഇതിന്റെ താല്പര്യം. ഫെസിലിറ്റീസ് ഒന്ന് പറയാം. അപ്പോൾ ഇതിന് ഹാൻഡ് ബ്രേക്കിൽ മാത്രമാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കംപ്ലൈന്റ് വരുന്നുണ്ട്. അപ്പൊ വണ്ടി അല്ല, parking- ഇപ്പൊ വരുന്ന parking gear നെ കുറിച്ച് എങ്ങനെയാ? ഇപ്പൊ വരുന്ന ഓൾമോസ്റ്റ് വണ്ടികളും പിന്നെ ഓട്ടോ ബ്രേക്ക് ആണ്. Auto നമ്മള് പിന്നെ അത് പിന്നെ വണ്ടി സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ലോക്ക് ആവും, പാർക്കിങ്ങിലേക്ക് പോകും. പാർക്കിങ്ങിലേക്ക് പോകും. ആ. പക്ഷേ ഗുഡ്സ് വണ്ടികൾ ഇപ്പൊ ടാറ്റ എസി പോലുള്ള വണ്ടികൾക്കൊന്നും ആ ഒരു അതിപ്പോ ടാറ്റന്റെ ഫസ്റ്റിൽ വന്ന വണ്ടി ഉണ്ട്, ടാറ്റ നെക്സോണ്. ഉം. അതിന് ഇതേ ഇഷ്യൂസ് ഉണ്ട്. അത് പിന്നെ നോർമൽ ഹാൻഡ് ബ്രേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ, ആ. അപ്പൊ അത് ഇപ്പൊ അവര് അത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഓട്ടോ ബ്രേക്ക് ആക്കിയിട്ടുണ്ട്. break ആക്കി. ഇപ്പൊ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് തോന്നുന്നു അതിൽ. പിന്നെ ഹിൽ ഹോൾഡ് EVക്ക് നിർബന്ധമായിട്ട് വേണ്ട സംഗതിയാണ് ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ. കാരണം ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് ഒന്നാമത് ഓരോ ഏരിയക്ക് അനുസരിച്ച്. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ തന്നെ കയറ്റം ഇറക്കൊക്കെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അവിടെ ഹിൽ ഹോൾഡ് നിർബന്ധമാണ്. GPT ചാർജർ ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് എടുത്തു പോയ ഒരു മോഡലാണ്. ഒറ്റ കണക്ടറിലേക്ക് വരണം എല്ലാ വണ്ടികളും. അതിപ്പോ ഗൂഡ്സ് ആയാലും അല്ലെങ്കിൽ കാറുകളായാലും ഓട്ടോകളൊക്കെ ആയാലും നമ്മൾ പെട്രോള് ഗണ്ണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് വണ്ടി പോയാലും ആ ഒരു ഗണ്ണിലല്ലേ, ആ ഒരു സിസ്റ്റത്തിലേക്കെല്ലാം വന്നു കഴിഞ്ഞാല് അത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ല ഇവരത് വരുത്തൂല. കാരണം ഇതിന് കണക്ടറുകളുണ്ട്. 15,000 രൂപക്ക് എടുത്ത് കണക്ടർ കിട്ടും. അല്ല, അത് വേറൊന്നുണ്ട്. അത് സർക്കാർ റൂള് കൊണ്ടുവന്നു കഴിഞ്ഞാല് അത് ഒക്കെ. ഇപ്പൊ നമ്മൾ ഐഫോൺ മേടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഐഫോണിന് മുമ്പ് ഉണ്ടായിരുന്നത് നമുക്ക് പിന്നെ ലൈറ്റ്നിങ് കേബിൾ ആയിരുന്നു, അത് ഇതുണ്ടായിരുന്നു. ഇപ്പൊ സീലേക്ക് മാറി. അപ്പൊ അത് അതേമാതിരി സർക്കാർ ആ റൂള് കൊണ്ടുവരണം. കാരണം യൂണിവേഴ്സൽ ചാർജിങ് പോർട്ട് അത് നല്ലതാണ് അത് വന്നാല്.